ഇനി നമുക്കൊരു മത്തങ്ങ മോരുകറി ഉണ്ടാക്കാം. വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് വേൾഡ്. ഇതിനായി നമ്മളൊരു ചെറിയ കഷ്ണം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. മത്തങ്ങ മോരുകറി ഗുരുവായൂർ അമ്പലത്തിൽ ഊണിൻ്റെ ഒപ്പം ഉണ്ടാകാറുണ്ട്. കഴിച്ചിട്ടുണ്ടോ? നമുക്ക് മത്തങ്ങയുടെ തൊലി കളയാം. ഇനി നമുക്ക് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്ന വലുപ്പത്തിനാണ് ഞങ്ങൾ മത്തങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അരിഞ്ഞതിന് ശേഷം ഇത് നന്നായി കഴുകിയെടുക്കുക. ഇനി നമുക്ക് കഴുകിയെടുത്ത മത്തങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ മുളക് പൊടിയും 3 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയോ പച്ചമുളകിൻ്റെയോ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പാത്രം അടച്ച് സ്റ്റൗവിൽ വയ്ക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കറി നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റാം. ഇപ്പോൾ ഇതിലെ വെള്ളം വറ്റി ഇതിലെ മത്തങ്ങയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഉപ്പും മുളകുമൊക്കെ പാകത്തിനാണെന്ന് നോക്കാം. അപ്പുറത്തെ സ്റ്റൗവിൽ ചെമ്മീൻ തല ഫ്രൈ ആകുന്നുണ്ട്. നിങ്ങൾ ചെമ്മീൻ തല ഫ്രൈ കഴിച്ചിട്ടുണ്ടോ? ഇതിനു വേണ്ടിയുള്ള അരപ്പിലേക്ക് ഏകദേശം 1 കപ്പോളം തേങ്ങയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. 2 വേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകവും 5-6 മണി കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്ത തേങ്ങയാണ്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സി ജാർ കഴുകിയ വെള്ളത്തിനൊപ്പം കുറച്ച് വെള്ളം ചേർക്കാം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലാണ് ചെയ്തത്. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കറി തിളയ്ക്കുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈരിന് പകരം മോര് ചേർത്താലും മതി. ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യാം. പുളി കുറവായതുകൊണ്ട് ഞങ്ങളിവിടെ 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. തിളയ്ക്കാൻ സമ്മതിക്കരുത്. നല്ല ടേസ്റ്റി കറിയാണ്. ഇനി നമുക്കിത് വറുത്തിടാം. ഉപ്പ് കുറവായതുകൊണ്ട് ഞങ്ങളിവിടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തിടാനായി സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ശേഷം 3 മുഴുവൻ മുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും. കറിവേപ്പില ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. മുളക് മൂക്കുമ്പോൾ നമുക്ക് കറിയിലേക്ക് മാറ്റാം. മറ്റ് വീഡിയോസും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്. ഇനി നമുക്ക് കറി എല്ലാ ഭാഗത്തേക്കും ഇളക്കി കൊടുക്കാം.